ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു ഫോട്ടോഗ്രാഫി ടിപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, എന്നാലും അറിയാത്ത ആളുകളുണ്ടെന്ന് ഈ ഇടയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിപ്പ് പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഫോൺ മേടിച്ചിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. പുതിയ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി, എന്നാൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ആ ഒരു ഫോട്ടോൻ്റെ ക്ലാരിറ്റി കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നലുണ്ടോ? അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഈ വീഡിയോ. നമ്മുടെ ഫോണിൻ്റെ ഗ്ലാസിൻ്റെ മുമ്പിൽ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ ഓയിൽ പോലുള്ള സാധനങ്ങളാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പുതിയ ഫോൺ എടുത്തിട്ട് എത്ര തൊട്ട് കഴിഞ്ഞാലും നമ്മുടെ കയ്യിലുള്ള ഡേർട്ടും പിന്നെ ഓയിലും ഫിംഗർ പ്രിൻ്റൊന്നും ഈ ഗ്ലാസിൻ്റെ മുകളിലാവില്ല. എന്നാൽ നമ്മളിത് യൂസ് ചെയ്ത് ഒരു 1-2 മാസം കഴിയുമ്പോൾ ഈ കോട്ടിങ് പതുക്കെ വെയർ ഓഫ് ആവും, അത് പോവും. അതിനുശേഷം നമ്മുടെ കയ്യിൽ നിന്നുള്ള ഡേർട്ടും ഫിംഗർ പ്രിൻ്റൊക്കെ ഗ്ലാസിൻ്റെ മുകളിലാവാൻ തുടങ്ങും. അപ്പോൾ ഈ പുതിയ ഫോണാവുന്ന സമയത്ത് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒന്നും പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കില്ല. നമ്മൾ തുടക്കത്തിൽ ചെയ്ത പോലെ തന്നെ നേരെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങും. ക്വാളിറ്റി കുറഞ്ഞായിട്ട് തോന്നും. അപ്പോൾ നിങ്ങളുടെ കുറഞ്ഞു പോയ ഫോട്ടോ ക്വാളിറ്റി തിരിച്ചു പിടിക്കാൻ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി, നന്നായിട്ട് തുടച്ചാൽ മതി. ഇനി തുടച്ചിട്ട് പോകുന്നില്ലെങ്കിൽ വേറെ ടിപ്പ് പറഞ്ഞുതരാം, ശ്രദ്ധിക്കണം. ഈ ഒരു ടിപ്പ് നിങ്ങളുടെ സ്വന്തം ഫോണിൽ മാത്രമേ ചെയ്യാവൂ. ഇതാ, നിങ്ങളുടെ നാവ് എടുത്തിട്ടങ്ങ് ലെൻസിനൊന്ന് നക്കി കൊടുക്കുക. എന്ത് ഡേർട്ടും എന്ത് ഫിംഗർ പ്രിന്റോ ഓയിൽ ഉണ്ടെങ്കിലൊക്കെ ക്ലീൻ ആവും. എന്നിട്ട് നക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ തുപ്പാൻ ശ്രദ്ധിക്കണം കേട്ടോ. പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, സ്വന്തം ഫോണിൽ മാത്രമേ ട്രൈ ചെയ്യാവൂ. മറ്റുള്ളവരുടെ ഫോണാകുമ്പോൾ അത് എവിടേക്കാണ് പോയതെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇതൊരു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. എന്നാൽ ഈ ഇടയ്ക്ക് ചില ആളുകൾ എന്നോട് സംശയം ചോദിച്ചപ്പോഴാണ് ഇത് പല ആളുകൾക്കും അല്ലെങ്കിൽ ചില ആളുകൾക്കെങ്കിലും ഈ ഒരു സംഭവം അറിയില്ല എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് കമന്റിൽ അറിയിക്കുക.